നമ്മുടെ +1 കുട്ടികളുടെ സബ്ജക്ട് സെലക്ഷൻ, അവരുടെ ഏകജാലകം അഡ്മിഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അല്ലേ? ഇതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും സംസാരിക്കാനാണേ വന്നത്. നിങ്ങൾ സാധാരണ കാണുന്നത് സയൻസ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം, ദെൻ ഹ്യൂമാനിറ്റീസ് സ്ട്രീം. ഈ 3 സ്ട്രീമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ധാരണയുള്ളത്. നിങ്ങൾ അതുപോലെ കേട്ടിരിക്കുന്ന മറ്റൊരു സംഗതിയാണ് VHSC എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ HSC ആണുള്ളത്, ഹയർ സെക്കൻഡറി വിഭാഗമാണുള്ളത്. അതിലാണ് കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന 3 കാറ്റഗറി അല്ലെങ്കിൽ 3 സ്ട്രീം ഉള്ളത്. അതിൽ ഒരുപാട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് VHSC എന്ന് പറയുന്നത്. ഈ VHSCയിലും ഒരുപാട് കോമ്പിനേഷൻസും ഒരുപാട് സബ്ജക്ട്സും അവൈലബിൾ ആണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസ് മാത്രമേ അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം VHSCയിൽ 84 കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. എന്നാൽ എല്ലാ സ്കൂളിലും 84 കോമ്പിനേഷൻസ് ഉണ്ടാവില്ല. അതുള്ള സ്കൂളിൽ പോയി കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏകദേശം 84 കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ സയൻസ് സ്ട്രീം ഉണ്ട്. സയൻസ് സ്ട്രീമിൽ നമ്മൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ മെഡിക്കൽ വിഭാഗത്തെ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ ടൂറിസം, അങ്ങനെ അതായത് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ഇനി സാധാരണ നമ്മുടെ കൊമേഴ്സ് കാണുന്നതിൻ്റെ കൂടെ കൊമേഴ്സിൻ്റെ കൂടെ തന്നെ ഓഫീസ് ജോലികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുന്ന കൊമേഴ്സ് വിഭാഗമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ ഒരു മിക്സപ്പാണ് നമ്മളുടെ VHSCയുടെ 84 കോമ്പിനേഷൻസ്. ഇതിലെ ചില കോമ്പിനേഷൻസ് ഞാനൊന്ന് പറയാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫാബ്രിക് ചെക്കർ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫീൽഡ് ടെക്നീഷ്യൻ ആൻഡ് എയർ കണ്ടീഷണർ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഗ്രാഫിക് ഡിസൈനർ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മെഷീൻ ഓപ്പറേറ്റർ അസിസ്റ്റന്റ്, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സോളാർ ആൻഡ് LED ടെക്നീഷ്യൻ. ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളുണ്ട്. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബേബി കെയർ ഗിവർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡയറി പ്രോസസ്സിംഗ് എക്യുപ്മെന്റ് ഓപ്പറേറ്റർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡെന്റൽ അസിസ്റ്റന്റ്. ഇങ്ങനെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കോഴ്സുകളും VHSCയിൽ അവൈലബിൾ ആണ്. ഇനി മറ്റൊന്നാണ് നമ്മളുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ടൂറിസം. ഇങ്ങനെ ഒരു സബ്ജക്റ്റും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ടൂർ ഗൈഡ് ഇങ്ങനെ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇനി കൊമേഴ്സിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ്, അതിനോടൊപ്പം തന്നെ ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ. ഇനി ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ് ആൻഡ് പബ്ലിഷിംഗ്. ഇനി അടുത്തത് ക്രാഫ്റ്റ് ബേക്കർ. ഈ കൊമേഴ്സിന്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ, ക്രാഫ്റ്റ് ബേക്കർ. ഇനി ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്സ്. ഈ കൊമേഴ്സിന്റെ കൂടെ കൊമേഴ്സ് സബ്ജക്ട്സിന്റെ കൂടെ പ്ലസ് ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്. ഇങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ കോമ്പിനേഷൻസ് VHSCയിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു പല കുട്ടികളും ഇന്ന് ആഗ്രഹിക്കുന്നത് വൊക്കേഷണൽ ബേസ്ഡ് ആയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനാണ്. ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ പല കുട്ടികളും ആഗ്രഹിക്കുന്നത് വൊക്കേഷണൽ ബേസ് ആയിട്ട് ചില കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. വൊക്കേഷണൽ ബേസ് ആയി പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു +2 എടുത്തതിന് ശേഷം അതിനുശേഷം ആ കോഴ്സുമായി ബന്ധപ്പെട്ട് ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു കരിയറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. സോ നിങ്ങൾ +2 തന്നെ നിങ്ങൾ ഏത് കരിയറാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് VHSCയിൽ സെലക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി +2 അവസാനിപ്പിച്ച് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള ഡിഗ്രി നമ്മൾ സെലക്ട് ചെയ്ത് ആ ഡിഗ്രിക്ക് പോയി ദെൻ ആ കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. കുറച്ചും കൂടി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് +2 ലെവലിൽ തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ കോമ്പിനേഷൻസ് കൂടെ കൃത്യമായി സെലക്ട് ചെയ്യാം. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ അഭിപ്രായങ്ങൾ എടുക്കുക, എക്സ്പീരിയൻസ് എടുക്കുക, നമുക്കറിയുന്ന ആളുകളുടെയൊക്കെ എക്സ്പീരിയൻസ് എടുത്ത് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. പക്ഷേ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ മറ്റാരുടെയും തന്നെ ഇൻഫ്ലുവൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ ഈ 2 വർഷത്തിൻ്റെ പഠനം എങ്ങനെയും കഴിഞ്ഞു കൂടിയാൽ മതി, എങ്ങനെയും എളുപ്പത്തിൽ പഠിച്ച് ഈ +2 അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവിയെ കണ്ടുകൊണ്ടായിരിക്കണം. നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സമയം ഏതാണ്? അടുത്തൊരു 7-8 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ജോലിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആ സമയത്ത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന കരിയർ നിലനിൽക്കുന്നുണ്ടാകുമോ? അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇന്ന് +1 സബ്ജക്റ്റ് എടുക്കാൻ. നിർബന്ധമാണ്. കാരണം നമ്മുടെ ഇവിടെ ഇന്ന് കാണുന്ന പല ജോലികളും നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം AI വരവാണ്. എല്ലാ മേഖലകളിലും AI ആപ്ലിക്കബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പല ജോലികളും അപ്രത്യക്ഷമാവുന്നു, പല ജോലികളും പുതിയതായിട്ട് വരുന്നു. അപ്പോൾ ഏത് ജോലിയാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്, ഏതൊക്കെ അപ്രത്യക്ഷമാകും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വേണം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് കരിയർ ഓപ്ഷൻ വേണമെന്ന് സെലക്ട് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ +1 തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക്
കീ പോയിന്റ് ഉണ്ടായിരിക്കണം. ഞാൻ ഈ ജോലി ചെയ്യാൻ, ഈ കോഴ്സ് ചെയ്യാൻ, ഇത് പഠിക്കാനാണ് പോകുന്നത് എന്നുള്ള. അല്ല നിങ്ങൾക്കൊരു ഡിസിഷനും ആയിട്ടില്ല, നിങ്ങൾക്ക് ഏതോ ഒരു മേഖല മാത്രമാണ് ചൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെങ്കിൽ ആ മേഖലയെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നിങ്ങളൊരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം. അല്ല ഒരു ഡിസിഷനും ആയിട്ടില്ല, മേഖലയും ആയിട്ടില്ല, സബ്ജക്റ്റും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഡോസും ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഇതാണ് സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.